പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് മലയാളത്തിൽ അടയ്ക്കുന്നത്. ടുഡേ ഐ എം preaching in Malayalam. The main subject is the power of the blood of Jesus Christ. It's the part 5. Part 4 അതാണ് യേശുക്രിസ്തുവിന്റെ തിരു രക്തത്തിന്റെ ശക്തി. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് 5ാമത്തെ പാട്ട്. 4ാമത്തെ പാട്ട്. ഫസ്റ്റ് പാട്ട് നമ്മൾ ഒരു പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്ന യേശുവിന്റെ നാമതി കർത്താവ്. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം പറയുമ്പോൾ തന്നെ അനേകം ആൾക്കാരിലേക്ക് കർത്താവിന് ശക്തി ചെല്ലുവാനുള്ള കറവ് കൊടുക്കുന്നതിന് ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു. കർത്താവ് ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി അനേകം ആൾക്കാരിലേക്ക് കർത്താവെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കൃപ ചെയ്ത് കൊടുക്കുന്ന കൃപയോർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. So God bless everybody. Just I want to read that one. We were preaching the power of the blood of Jesus Christ. Part 1, the redemption through the blood of Jesus Christ. Part 2, the fellowship with God through the blood of Jesus. Part 3, healing through the blood of Jesus. Part 4, protection through the blood of Jesus. അതാണ് നമുക്ക് സംരക്ഷണം കിട്ടുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് സംരക്ഷണം കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ആദ്യത്തെ യേശുക്രിസ്തുവിന്റെ തിരക്കത്തിൽ സംരക്ഷണം നമുക്ക് വരുന്നത്. നമുക്ക് വീണ്ടെടുപ്പ് കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. റിഡംഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് റിഡംഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഇതില് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് എഫീഷ്യൻ ചാപ്റ്റർ 1:7. അത് എഫെസോസ് ലേഖനം 1-ാം അധ്യായം അതിൽ 7-ാം വാക്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വി ഹാവ് റിഡംഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ്. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ സംസാരിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ സംരക്ഷണം. അത് രണ്ടാമത്തെ കാര്യം ഫെലോഷിപ്പ് വിത്ത് ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. വി വർ പ്രീച്ചിങ് ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10:19. എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ പറയുന്നത് ഹാവിംഗ് ബോൺലെസ് ടു എൻറ്റർ ദ ഹോളിസ്റ്റ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ തിരക്തത്തിന്റെ യോഗ്യതയാല് നമുക്ക് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനായിട്ട് പറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് രണ്ടാമത്തെ കാര്യം. അതിവിശുദ്ധ സ്ഥലത്ത് യേശുക്രിസ്തുവിന്റെ തിരക്തത്തിന്റെ യോഗ്യതയാല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ തിരക്തത്തിന്റെ യോഗ്യതയാല് നമുക്ക് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനായിട്ട് പറ്റി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മൂന്നാമത്തെ കാര്യം നമ്മൾ സംസാരിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ the third thing we were preached the last week, that one, the third thing, healing through the blood of Jesus Christ. Praise the Lord. Hallelujah. Book of Isaiah chapter 53:5. But he was wounded for our transgressions. Praise the Lord. And he was bruised for our iniquities. The chastisement for our peace was upon him, and by his stripes we are healed. Praise the Lord. ഇത് പറയുന്നത് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അവന്റെ ആണിപ്പിടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ ആണിപ്പിടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആണിപ്പിടരാൽ. അതാണ് 2023 ഇയേഴ്സ് ബിഫോർ, 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ ആണിപ്പിടരാൽ നമുക്ക് എല്ലാവർക്കും സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് പ്രോഫറ്റ് ഐസയ ഓൾറെഡി prophesied when you are reading book of Isaiah chapter 53:5. Praise the Lord. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് യേശുക്രിസ്തുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. അതേപോലെ തന്നെ പ്രൈസ് ദി ലോർഡ് നമുക്ക് ഫിസിക്കലായിട്ടും ഒരു ഹീലിംഗ് ഉണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വാക്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പൊ നാലാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പ്രൊട്ടക്ഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ഉള്ള സംരക്ഷണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ്. അപ്പൊ നമ്മളിപ്പം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്, ഫെലോഷിപ്പ് ഉണ്ട്. അത് നമുക്ക് ഫെലോഷിപ്പ് ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം നമ്മൾ സംസാരിച്ചു, യേശുക്രിസ്തുവിന്റെ രക്തത്താല് നമുക്ക് ഹീലിംഗ് ഉണ്ട്, നമുക്ക് സൗഖ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഇന്നർ ഹീലിംഗ് ഉണ്ട്, ഫിസിക്കൽ ഹീലിംഗ് ഉണ്ട്,
സ്പിരിച്വൽ ഹീലിംഗ് ഉണ്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. പ്രൈസ് ലോർഡ്. സ്പിരിച്വൽ ഹീലിംഗ് ഉണ്ട്, ഫിസിക്കൽ ഹീലിംഗ് ഉണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് 4-ാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത് പ്രൊട്ടക്ഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു. അവർ ഗോഡ് ക്യാൻ ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ ടു ദ പീപ്പിൾ ദോസ് ഹു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവർ ഗോഡ് ക്യാൻ ഏബിൾ ടു ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ ഫോർ യു. അതാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, തിരക്തത്തിന്റെ യോഗ്യതയാൽ നമുക്ക് സംരക്ഷണം കിട്ടുന്നു. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അതിൽ തുടർമാനോട് വായിക്കാനായിട്ട് ആയിരിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. ബുക്ക് ഓഫ് എക്സോഡ് ചാപ്റ്റർ 12 വേഴ്സസ് 13. ഇതിൽ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേ രക്തമടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശകേതുവായി തീരുകയില്ല. അതാണ് പറയുന്നത്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബുക്ക് ഓഫ് എക്സോഡ് ചാപ്റ്റർ 12 വേഴ്സ് 12 ഇതിൽ പറയുന്നതെന്ന് വെച്ചാല്, പുറപ്പാടിന്റെ ദിവസം 12-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടി കടന്നു മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും എന്ന് ഞാൻ യഹോവയാകുന്നു. കർത്താവിന്റെ വാക്യത്തിന് മാറ്റമില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് അചഞ്ചലമാണ്. If our God is saying something to anybody, that word cannot be changed. Praise the Lord. That word, it will remain same. Our God 100% that word can able to fulfill your life. അതാണ് കർത്താവ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം അത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. കാരണം ആ ഒരു കാര്യം സംസാരിച്ചത് ഈ ലോകം സൃഷ്ടിച്ച ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവം ബോഷ്കുവിന്റെ ദൈവമല്ല, ദൈവം സത്യം പറയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരൊറ്റ കാരണത്താൽ പ്രൈസ് ലോർഡ് ഈ ബൈബിളിനകത്ത് എന്തൊക്കെ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, കർത്താവ് ഈ ബൈബിളിനകത്ത് എന്തൊക്കെ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഈ വാഗ്ദത്തം മൊത്തം അത് യേശു ക്രിസ്തുവിലൂടെ അത് നമ്മളിൽ ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. അതാണ് കർത്താവിന്റെ വാഗ്ദത്തത്തിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്ത് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശകേതുവായിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ജനം അടിമത്തത്തിൽ പ്രൈസ് ദി ലോർഡ് 400 വർഷത്തിൽ മേലെ മിസ്രയീമിൽ അടിമത്തത്തിൽ ജീവിച്ച വ്യക്തികളായിരുന്നു ഇസ്രായേൽ ജനം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവരെ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പിതാവായ ദൈവം, നമുക്കറിയാം പിതാവായ ദൈവം അബ്രാഹത്തിന് വാഗ്ദത്തം കൊടുത്തിരുന്നു. അബ്രാഹത്തിന് വാക്ക് പറഞ്ഞിരുന്നു. അബ്രാഹത്ത് പറഞ്ഞ വാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, അപ്പം നിന്റെ സന്തതി തലമുറകള് മിസ്രയീം ദേശത്ത് അടിമകളായിരിക്കും. 400 വർഷത്തിന് മേലെ. അപ്പൊ അതിനുശേഷം ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും. മിസ്രയീം ദേശത്ത് നിന്ന് പുറത്ത് കൊണ്ടുവരുന്നത് കർത്താവിന്റെ വാഗ്ദത്തമായ അബ്രാഹാമൊക്കെ മരിച്ച് നിത്യത്തിലേക്ക് ചേർന്നു. അപ്പൊ കാലത്തിന്റെ പൂർണ്ണത വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും സന്താന പുഷ്ടിയുള്ളവരായി മാറി. മിസ്രയീമേക്കാരെക്കാൾ കൂടുതൽ ശക്തരായ വ്യക്തികളായി മാറി. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മിസ്രയീമിൽ മൊത്തം ഈജിപ്ഷ്യൻസ് പീപ്പിൾ മൊത്തം ഫറവോയുടെ ആൾക്കാർ മൊത്തം ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഇരട്ടി ജോലി കൊടുത്തു, അവരെ പീഡിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ രീതിയിൽ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നമുക്കറിയാം ഫറവോയുടെ ജനങ്ങൾ പീഡിപ്പിക്കാൻ ഇടവന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവിന്റെ വാഗ്ദത്തം നിറവേറണമെങ്കിൽ കർത്താവിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇല്ലായ്മ വരണം, അവിടെ ഒരു തകർച്ച വരണം. എവിടേക്ക് ആർക്കൊക്കെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമോ അവിടെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ, കഴിഞ്ഞ കാല ജീവിതങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെയെല്ലാം ഒരു തകർച്ചയുണ്ട്, അവിടെയെല്ലാം ഒന്നുമില്ലാത്തൊരു അവസ്ഥ വരും. കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്നതിന് ശേഷമേ ദൈവം പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്കറിയാം നമ്മളെ സഹായിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ സഹായിക്കാൻ വന്നിട്ട് നമ്മൾ പറയുന്നത് കർത്താവിന്റെ കാര്യമല്ലെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കർത്താവ് നമ്മളെ സഹായിക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് അവിടെ വേറെ ഒരാളുടെയും കൈ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തെ കർത്താവ് സഹായിച്ചപ്പോൾ ഒരു വ്യക്തിയുടെയും കൈയില്ലായിരുന്നു, ഒരാളുടെയും കൈയില്ലായിരുന്നു. കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് മാത്രമാണ് ഇസ്രായേൽ ജനങ്ങൾ മോശയുടെ
ആ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വരാനിട വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരേ ഒരു ശക്തി ഇസ്രായേൽ ജനത്തിനെ പുറത്ത് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം, പിതാവായ ദൈവം മോശയിലൂടെ അനവധി അത്ഭുതങ്ങൾ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ കാണിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഫറവോന്റെ മുമ്പിൽ മഹാമാരികളും നടത്തി. അതേപോലെ തന്നെ ഇസ്രായേൽ ജനം, പ്രൈസ് ദി ലോർഡ്, അത് ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്ന് ഉള്ള രീതിയിൽ ഫറവോന് മനസ്സിലാക്കത്തക്ക രീതിയിൽ, പ്രൈസ് ദി ലോർഡ്, പിതാവായ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം, നമുക്കറിയാം, പുറപ്പാടിന്റെ പുസ്തകം നമ്മൾ വായിക്കുവാണെങ്കിൽ അറിയാം, ആദ്യ ചാപ്റ്ററുകളൊക്കെ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം, ഫറവോ ചോദിക്കും, ഈ യഹോവ ആരാന്ന് ചോദിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ദൈവം ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു മോശയോട് പറയുവാണ്, അങ്ങനെ ചോദിച്ച മോശയോട് തന്നെ പറയുവാണ്, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ആ സമയത്ത് നിങ്ങളുടെ ദൈവത്തോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം പറഞ്ഞാൽ കർത്താവിന്റെ ശക്തി ഫറവോ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമെങ്കിൽ, ദൈവം ഒരു അത്ഭുതം ചെയ്യണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന്റെ ശക്തി ആദ്യം അവിടെ കാണിച്ചിട്ടേ കർത്താവ് ചെയ്തുള്ളൂ. അത് കർത്താവിന്റെ പ്രത്യേകതയാണ്. ചുമ്മാ ഒളിഞ്ഞും പാത്തും പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നേർക്ക് നേരെ നിന്ന് പോരാടി വിജയിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് ശത്രുക്കളെ നേർക്ക് നേരെ നിന്നവരെ പരാജയപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പഴയ നിയമത്തിൽ മൊത്തം വായിക്കണം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ നമുക്കറിയാം പുതിയ നിയമത്തിൽ നമുക്കറിയാം, പത്രോസ് കാരാഗ്രഹത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ ശക്തമായിട്ട് ദൂതനെ അയച്ച് കാരാഗ്രഹത്തിൽ നിന്ന് ആരുടെയും കൈയില്ലാതെ പത്രോസിനെ ഓർത്തു കൊണ്ടുവന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ പറയുവാണ്, പ്രൈസ് ദി ലോർഡ്, യേശുക്രിസ്തു മൂന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ തിരക്തത്താൽ നമുക്ക് സംരക്ഷണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൊട്ടക്ഷൻ. വി ആർ ഗെറ്റിംഗ് ദ പ്രൊട്ടക്ഷൻ. Not only the spiritual protection, but the spiritual protection as well. Our God can able to get the spiritual level of protection in your life. Praise the Lord. Physical protection as well. Praise the Lord. Hallelujah. Our God can get the protection in your body, in all the parts of your body. Our God can able to get the protection for you, because our God's word cannot be changed. ഇത് പറഞ്ഞാൽ പുറപ്പാടിന്റെ പുസ്തകം 12-13 പറയുന്നത്, നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. അതാണ് പഴയ നിയമത്തിൽ ഒരു രക്തത്തിന്റെ ഉടമ്പടിയുണ്ട്, പുതിയ നിയമത്തിന്റെ രക്തത്തിന്റെ ഉടമ്പടിയുണ്ട്. പഴയ നിയമത്തിൽ ആടുകളെ അറുത്തു. പുതിയ നിയമത്തിൽ നമുക്കറിയാം, യേശുക്രിസ്തുവിനെ ഫിസിക്കലായിട്ട് യേശുക്രിസ്തുവിനെ അറുത്തു. ആടുകളെ അറുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ലെവലിൽ ഒരു ഓൾറെഡി സാക്രിഫൈസ് നടന്നു കഴിഞ്ഞിരുന്നു ലോകസ്ഥാനത്തിന് മുമ്പേ. അത് വെളിപാടിന്റെ പുസ്തകം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13:8, അതാണ് പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ യേശുക്രിസ്തു അറക്കപ്പെട്ടിരുന്നു. സ്പിരിച്വൽ ലെവലില്, സ്പിരിച്വൽ റലത്തിൽ അറക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഫിസിക്കൽ വേർഷൻ ആണ് നമുക്ക് യേശുക്രിസ്തു മരിച്ചു ഫിസിക്കലായിട്ട് വന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം, പ്രൈസ് ദി ലോർഡ്, 31 വർഷം ഇവിടെ ജീവിച്ച് 3 വർഷക്കാലം പരസ്യജീവിതത്തിന് ശേഷം, പ്രൈസ് ദി ലോർഡ്, കാൽവരി ക്രൂശിലെ മരണം ഇത് ഫിസിക്കൽ ആയിട്ടുള്ള സാക്രിഫിഷ്യലാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഒരു മരണമാണ്. നമുക്കറിയാം, വെളിപാടിന്റെ പുസ്തകം വായിക്കണം. നമുക്കറിയാം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13:8, ഇതിൽ പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ. അതാണ് ഈ ദൈവം യേശുക്രിസ്തു അറക്കപ്പെട്ടത് ഫിസിക്കലായിട്ട് 2024 വർഷത്തിന് ശേഷമല്ല. ലോകസ്ഥാപനത്തിന്റെ ആ ലോകം സ്ഥാപിച്ചു ആ സമയത്താണ്. ലോകസ്ഥാപനം മുതൽ ലോകം സ്ഥാപിക്കപ്പെട്ട സമയത്ത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി അറക്കപ്പെട്ട സ്പിരിച്വൽ ലെവൽ. അതാണ് വെളിപാടിന്റെ പുസ്തകം ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13:8 പറയുന്നത്, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവിതത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശുക്രിസ്തു ഓൾറെഡി അറക്കപ്പെട്ട് കഴിഞ്ഞു. സ്പിരിച്വൽ തലത്തിൽ ഓൾറെഡി ഒരു ക്രൂശുമരണം സംഭവിച്ചു കഴിഞ്ഞു ഈ ലോകസ്ഥാപനത്തിന്റെ സമയത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഫിസിക്കൽ വേർഷനാണ് യേശുക്രിസ്തു മരിച്ച് ലോകത്തിലേക്ക് വന്നതിന് ശേഷം മരിച്ചു ഉയർക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. പഴയ നിയമത്തിൽ നമുക്കറിയാം, അപ്പം കാളകളെയും ആടുകളെയും എല്ലാം അറക്കുവാണെങ്കിൽ തന്നെയും, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്പിരിച്വൽ റലത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഒരു ശക്തി അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഫിസിക്കലായിട്ട് കാളയും അതുപോലെ തന്നെ ആടുകളിലേക്ക് അറക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, 100% ഇസ്രായേൽ ജനത്തിന് അവരുടെ പാപത്തിൽ നിന്ന് പുറത്തു വരുവാനോ
100% അവർക്ക് പ്രൊട്ടക്ഷൻ എടുക്കുവാനോ കിട്ടുവാനോ സാധിച്ചിരുന്നില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശകേതുവായി തീരത്തില്ല. പ്രൈസ് ലോർഡ്. ഇത് പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ലോർഡ്, എവിടേക്ക് ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ നമുക്കറിയാം വീടുകളിൽ രക്തം തളിച്ചിട്ടുണ്ടോ, ആ വീടുകളിൽ നിന്നെല്ലാം ഈ സംഹാര ദൂതൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കിൽ ചെയ്യുന്ന ആ ഏഞ്ചല് അവിടെ വിട്ടു മാറിപ്പോയി. കാരണം രക്തത്തിന്റെ ശക്തി. പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തുവിന്റെ എന്ന് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ രക്തം തളിച്ചു എങ്കിൽ തന്നെയും സ്പിരിച്വലായിട്ട് യേശു ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. പ്രൈസ് ലോർഡ്. മരിച്ച് ആ രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട് കഴിഞ്ഞു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ അതാണ് പറയുന്നത്, ആദാമിന്റെ പുത്രന്മാർ എന്ന നിലയിൽ ഇസ്രായേൽ മക്കൾ ദൈവമായ ഉടമ്പടി ലംഘിച്ചെന്നും ന്യായവിധിയാണെന്നും സാത്താൻ അറിയാമായിരുന്നു. ദൈവത്തിന് അവരെ രക്ഷിക്കാൻ കഴിയും, എന്നാൽ രക്തം കൂടാതെയല്ല. രക്തം കൂടാതെ രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു രക്ഷ വേണമെങ്കിൽ രക്തം വേണം. ഒരു രക്ഷ വേണമെങ്കിൽ പ്രൈസ് ലോർഡ് ഒരാള് എൻ്റെ രക്തം ചിന്തപ്പെടണം. അതാണ് പഴയ നിയമത്തിൽ പറഞ്ഞത്. നമ്മൾ പുസ്തകം വായിക്കണം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകമൊക്കെ വായിക്കണം. നമുക്കറിയാം പ്രൈസ് ലേവ്യ പുസ്തകത്തേക്ക് രക്തം നമ്മൾ കഴിക്കാനായിട്ട് കർത്താവ് പറഞ്ഞിട്ടില്ല. ഒരു മൃഗത്തിന്റെയും രക്തം നമ്മൾ ജീവനോട് കുടിക്കാൻ പറ്റത്തില്ല. രക്തം കുടിക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അത് കർത്താവിന്റെ കമാൻഡ്മെന്റ് ആണ്. അത് പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ, ഒരു രക്തം നമ്മൾ കുടിക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് പറയുന്നത്, രക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ്. ഒരു വ്യക്തിയുടെ ജീവനാണ് രക്തം എന്ന് പറയുന്നത്. അപ്പം രക്തം കുടിക്കാനായിട്ട് കർത്താവ് നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഇന്ന് പല സ്ഥലങ്ങളിൽ നമുക്കൊരു മന്ത്രവാദം, അതുപോലെ കൂടോത്രം, പല സ്ഥലങ്ങളിലൊക്കെ രക്തം കുടിക്കുന്നത് അത് കർത്താവിൽ നിന്നുള്ളതല്ല, അത് അന്ധകാര ശക്തിയുടെ പ്രവർത്തനമാണ്. കോഴീനെ വെട്ടിയിട്ട് രക്തം കുടിക്കുക, അതേപോലെ തന്നെ പല രീതികളിൽ അറുത്ത് രക്തം കുടിക്കുക, അതൊക്കെ ഈ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്നതാണ്. അതൊക്കെ ദൈവത്തിന്റെ നിയമത്തിനെതിരാണത്. ദൈവശിക്ഷ അവരുടെ മേൽ വരിക തന്നെ ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞാല് പുതിയ നിയമത്തിൽ നമുക്കറിയാം, ജസ്റ്റ് മലയാളത്തിൽ വായിക്കാണ്ടിരിക്കുന്നു, എന്നാൽ ആ ഉടമ്പടിയിൽ നിൽക്കേണ്ടതായിരുന്നു. ആ ശാപത്തെക്കാൾ ഉടമ്പടി തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഒരു ആട്ടിൻകുട്ടിയുടെ രക്തം വിട്ട് അവരുടെ വാതിക്കൽ വരയ്ക്കാൻ ദൈവം അവരോട് നിർദ്ദേശിച്ചു. ആദ്യം വായിക്കേണ്ടിരിക്കുന്നു, ആദാമിന്റെ പുത്രന്മാർ എന്ന നിലയിൽ ഇസ്രായേൽ മക്കൾ ദൈവമായുള്ള ഉടമ്പടി ലംഘിച്ചെന്നും ന്യായവിധിയാണെന്നും സാത്താൻ അറിയാമായിരുന്നു. ദൈവത്തിന് അവരെ സംരക്ഷിക്കാൻ കഴിയും, എന്നാൽ രക്തം കൂടാതെയല്ല. അബ്രഹാമിലൂടെ അവർക്ക് ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധമുണ്ടായിരുന്നു. എന്നാൽ അവർ ആ ഉടമ്പടിയിൽ നിൽക്കേണ്ടതായിരുന്നു. അവർ ശാപത്തെക്കാൾ ഉടമ്പടി തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ആട്ടിൻകുട്ടിയുടെ രക്തം എടുത്ത് അവരുടെ വാതിക്കൽ വരയ്ക്കാൻ ദൈവം അവരോട് നിർദ്ദേശിച്ചു. മരണത്തിന്റെ ദൂതൻ അവരെ കടന്നുപോയി. അവരെ കൊല്ലുന്നതിൽ നിന്ന് തടഞ്ഞത് ശരിക്കും ഒരു ആട്ടിൻകുട്ടിയുടെ രക്തമായിരുന്നോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടായി യേശുവിന്റെ രക്തമായിരുന്നു അത്. ആട്ടിൻകുട്ടിയുടെ രക്തമാണെങ്കിലും അത് ഞാൻ പറഞ്ഞ സ്പിരിച്വൽ തലത്തില് പ്രൈസ് ദി ലോർഡ് യേശു ക്രിസ്തുവിന്റെ രക്തം തന്നെയായിരുന്നു അത്. ഇത് പറയുന്നതാണ് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13:8. ഇതിൽ പറയുന്നത് കഴിഞ്ഞാൽ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ പഴയ നിയമം നമ്മൾ വായിക്കുവാണെങ്കിൽ അറിയാം, പുതിയ നിയമം വായിക്കുവാണെങ്കിൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. രക്തത്തിന് ശക്തിയുണ്ട്. രക്തത്തിന് നമ്മളെ വീണ്ടെടുക്കാൻ ശക്തിയുണ്ട്. രക്തത്താൽ നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യപ്പെടും. രക്തത്താൽ കർത്താവ് നമ്മളെ സംരക്ഷിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് സൗഖ്യമുണ്ട്. ഞാനൊക്കെ കർത്താവിന്റെ വചനം സ്റ്റേറ്റ് പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അവിടെയെല്ലാം യേശുവിന്റെ രക്തം ഞാൻ അപ്ലൈ ചെയ്യും. യേശുവിന്റെ രക്തം എവിടേക്ക് അപ്ലൈ ചെയ്യുന്നു അവിടെ അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. അടയാളങ്ങൾ നടക്കും. അനേകം പേര് മാനസാന്തരത്തിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വചനത്തിനെതിരായി നിൽക്കുന്ന ആൾക്കാർ പ്രൈസ് ദി ലോർഡ് വചനം കേൾക്കാനായിട്ട് ശ്രമിക്കും. നമുക്കറിയാം കർത്താവിന്റെ വചനം, യേശുക്രിസ്തുവിന്റെ രക്തം തളിച്ച് നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഒന്നെങ്കിൽ ആൾക്കാർ നമുക്ക് അനുകൂലമായി നിൽക്കും, അല്ലെങ്കിൽ ആൾക്കാർ നമുക്ക് എതിർ നിൽക്കും. അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ രക്തം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആൾക്കാർ നമുക്ക് അനുകൂലമായി നിന്നാൽ കർത്താവിന്റെ രക്തം അവരോട് സംസാരിക്കുന്നുണ്ട്. ആൾക്കാർ നമുക്ക് എതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ കർത്താവിന്റെ രക്തം അന്ധകാര ശക്തിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് അന്ധകാര ശക്തിയിൽ നമുക്കെതിരെ വന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കും. ഞാനൊക്കെ സ്റ്റേറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. രക്ഷയിലേക്ക് വന്നിട്ട് അതിനുശേഷം നമുക്കറിയാം എതിർത്ത് നിന്ന ആൾക്കാർ ഇഷ്ടമാതിരി പേരുണ്ട്. സ്ട്രീറ്റിൽ നമുക്കറിയാം ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഹോംലെസ് ആൾക്കാരുണ്ട്. സ്ട്രീറ്റ് ഹോംലെസ് ആൾക്കാരുണ്ട്. അവരൊക്കെ സ്ട്രീറ്റിലുള്ള അവർ ചിലപ്പോൾ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അവർ നമുക്ക് എതിരായിട്ട് നിൽക്കും.
പ്രൈസ് ലോർഡ്. എതിരായിട്ട് നിന്ന ആൾക്കാരെ പിന്നീട് വന്ന് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടിട്ടുണ്ട്, രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. കർത്താവ് ആരോ ടച്ച് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും യേശുക്രിസ്തുവിന്റെ രക്തം എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. പക്ഷെ ചുമ്മാതെ എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മൾ ചുമ്മാതെ എടുത്ത് അപ്ലൈ ചെയ്തൊന്നും ഒന്നും നടക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് എങ്ങനെ വെച്ചാൽ when we apply the blood of Jesus Christ, you should not take unnecessarily, carelessly, you should not take the blood of Jesus Christ and apply. Praise the Lord. What you have to do it, we have to a holy person. If you want to repent to anybody, you repent your sins, we have to repent you. നമ്മുടെ പാപങ്ങളെ പശ്ചാത്തപിക്കണം. മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അത് തീർത്തിട്ട് വരണം. അവർക്ക് നമുക്കൊരു ആൾക്കാർക്കെതിരെ നമ്മൾ എന്തെങ്കിലും അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോർട്ട് കേസുകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, അന്യായമായിട്ട് ആൾക്കാരെ പീഡിപ്പിക്കും, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ എതിരായിട്ട് ആൾക്കാരെ നമ്മളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പിൻവലിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് മുമ്പിൽ അത് ഫിസിക്കലായിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ബൈ എഫോർട്ടിൽ നമ്മൾ എന്തൊക്കെ നമ്മുടെ എഫോർട്ട് എടുത്ത് മറ്റുള്ളവരെ നമ്മൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നമ്മൾ ആ എഫോർട്ട് എടുത്ത് തന്നെ അത് ക്യാൻസൽ ചെയ്ത് ഫിസിക്കലായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന് റിപ്പന്റ് ചെയ്തിട്ട് when you apply the blood of Jesus Christ, there will be a power in the blood. Definitely healing will happen. Definitely your prayer, your answer will carry. Praise the Lord. That's what our God cannot deny your prayer. Praise the Lord. Because you are the righteous person. Our God, yes. അതാണ് നമ്മൾ നീതിമാന്മാർ 7 പ്രാവശ്യം വീണാലും പിന്നെയും ഏക്കും, അവർ പിന്നെയും ഏക്കും എന്ന ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഷ്ടൻ വീണ അതോടുകൂടി അവരുടെ പരിപാടി കഴിയും. നീതിമാന്മാർ ഒരിക്കലും എത്ര പ്രാവശ്യം വീണ് കഴിഞ്ഞാലും 7 പ്രാവശ്യം വീണാലും അവർ വീണ്ടും എഴുന്നേൽക്കും. കാരണം അവർ ദൈവത്തിന്റെ സന്നിധിയിലാണ് വീഴുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരെ സൃഷ്ടാവായ ദൈവം അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അവരെ വീണ്ടും നിർക്കുമാരാക്കും. അവരെ വീണ്ടും ഉറപ്പോടെ അവരെ നിർത്തും. അതാണ് പറയുന്നത്. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 40 വേഴ്സ് 31 പറയുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവരോ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പുതിയ ചിറകൾ തരും, വീണ്ടും പുതിയ ഉണർവ് തരും, വീണ്ടും പുതിയ കാഴ്ച നോളജ് നമുക്ക് തരും, വിഷൻസ് തരും, റെവലേഷൻസ് തരും. അതാണ് കർത്താവിൽ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് തരുന്നതാണ് കർത്താവ് ഈ റെവലേഷൻസ് മൊത്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരും പറയാനുള്ളത്, നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തം എന്നെടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ചുമ്മാ എടുത്ത് ഉപയോഗിക്കാറ്. ചുമ്മാ ഞാനൊക്കെ സ്ട്രീറ്റിലൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ചില ഫെലോഷിപ്പ് ചെയ്യാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഫെലോഷിപ്പ് ചെയ്യാറുണ്ട്. പൂർവ്വ ആൾക്കാർ അങ്ങനെയാരും ചെയ്യാറില്ല, പക്ഷെ ഞാൻ ചെയ്യാറ്. പ്രൈസ് ദി ലോർഡ്. അവിടെ സ്ട്രീറ്റിൽ കുറച്ച് പേരെ കൂട്ടി അവിടെ ഫെലോഷിപ്പ് ചെയ്യും. അതിന് യേശുക്രിസ്തുവിന്റെ രക്തം എടുത്തിട്ട് അത് അപ്പവും വീഞ്ഞും എടുത്ത് മുറയ്ക്കും. അപ്പം എടുത്ത് മുറച്ച് പ്രൈസ് ദി ലോർഡ് ഹോളി കമ്മ്യൂണിയൻ എടുക്കും. അതുപോലെ തന്നെ വീഞ്ഞെടുത്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ഞങ്ങൾ പരസ്പരം പാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം ശിഷ്യന്മാർ ഒന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയപ്പോൾ അവർ ചെയ്തു. അപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വലിയ വിടുതലിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ എൻ്റെ വചന പ്രസംഗം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് 2017 16 ലാസ്റ്റാണ് ഞാൻ പ്രീച്ചിങ് തുടങ്ങിയത്, യേശുക്രിസ്തുവിന്റെ കർത്താവിന്റെ കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പം 17 ഫസ്റ്റ് വീക്കിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊക്കെ ഓൺലൈനിലൊക്കെ ഫെലോഷിപ്പ് ചെയ്യേണ്ട സമയത്ത് ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്തേക്ക് നമുക്കറിയാം ഒരു വിമാനം, ഒരു ഫ്ലൈറ്റ് കിഡ്നാപ്പ് ചെയ്തു. അപ്പൊ ആ സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ അവർ പറയും വേറെ മറ്റുള്ളവരെ സഹായം കൊണ്ടാണ്, പക്ഷെ ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ ആ വിമാനം ആ കിഡ്നാപ്പ് ചെയ്ത് തിരിച്ചുവിടുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ യാത്രക്കാരും രക്ഷപ്പെടുകയുണ്ട്. അത് പ്രത്യേകമായിട്ട് നമുക്കറിയാം ആ ഒരു വീഡിയോ അനേകം ആൾക്കാർ വാച്ച് ചെയ്യാനായിട്ട് ഇടവന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മൾ ഏതൊക്കെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നുണ്ടോ ആ മേഖലകളെല്ലാം യേശുവിന്റെ രക്തം നമ്മളെടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീരപ്രവൃത്തികളുണ്ട്. അന്ധകാര ശക്തിയുടെ പ്രവർത്തനം എന്ന നിലയ്ക്ക് തകരും. ജോലിയില്ലാത്ത ആൾക്കാർ ജോലി കിട്ടും. വിസ ഇല്ലാത്ത ആൾക്കാർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, പേപ്പർ വർക്കുകൾ കർത്താവ് നിങ്ങൾക്ക് ഫേവർ ഔട്ട് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വലിയ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് താഴ്ന്ന ആൾക്കാർ കർത്താവ് നിങ്ങൾക്ക് ജ്ഞാനം തരും, ബുദ്ധി തരും. If you apply the blood of Jesus Christ, wherever you are thinking it is failure in your life, please kindly apply the blood of Jesus Christ in that area right now. The moment when you apply the blood of Jesus Christ, the situation will get changed. Our God will do something in that area for you. Praise the Lord. The jobless people, job can able to, our God can get a new employer for you. Praise the Lord. Hallelujah. The people want to some people are waiting to that one get some paperwork
get ready from the government authorities or whatever. Praise the Lord. Our God can do. Appoint His angels to make everything in favor for you. Praise the Lord. Hallelujah. All your life, all the years of your life, our God can make the miracle for you. Get the miracle for you. Praise the Lord. Because our God is a God of miracle. തിരക്തത്തിന്റെ സംരക്ഷണം, അത് വലിയ സംരക്ഷണം. അതാണ് നമുക്ക് പറയുന്നത്. പഴയ നിയമ സങ്കീർത്തന പുസ്തകം പറയുന്നത് വെച്ചാല് Psalms 91 പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മുടെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കുവാൻ യേശു ക്രിസ്തു അവിടെ നമ്മളെ കാര്യങ്ങളിൽ താങ്ങിക്കൊള്ളും. നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ് ദൈവം യേശു ക്രിസ്തു. പ്രൈസ്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന് മുമ്പിൽ ഈ വചനം പ്രസംഗിക്കാൻ നമ്മൾ മടിക്കരുത്. അത്രമാത്രം തടസ്സങ്ങൾ ഉണ്ടാവും നമുക്ക് വചനം പ്രസംഗിക്കാനായിട്ട്. അത്രമാത്രം ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും നമുക്ക്. അത്രമാത്രം വരൾച്ചയുടെ അനുഭവം നമുക്കുണ്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ. ഒരു മരുഭൂമി അനുഭവം ഉണ്ട്. പക്ഷെ എങ്കിലും അവിടെ നമ്മൾ പിടിച്ചു നിൽക്കണം. എങ്കിലും അവിടുത്തോടെ നമ്മൾ പോകണം. പ്രൈസ് ലോർഡ്. ഇത് എന്തിനു സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ അന്തർജാല ശക്തി നമ്മളിൽ പ്രവർത്തിക്കും. അനേക മാസങ്ങൾ, ചിലപ്പം വർഷവും നമ്മൾ ചിലപ്പം തന്നൊറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാവും. പക്ഷേ നമ്മൾ അറിഞ്ഞ സത്യം വിട്ട് മാറരുത്. പ്രൈസ് ലോർഡ്. ഈ ദൈവമാണ് സത്യദൈവം. ഈ യേശു ക്രിസ്തുവാണ് സത്യദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദിസ് ഈസ് ദ ട്രൂത്ത്. ദാറ്റ് ട്രൂത്ത് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ദിസ് ഈസ് ദ ട്രൂത്ത്. The truth is Jesus Christ is alive. This is the truth that Jesus Christ is the Lord Almighty. This is the truth. Our God can able to help you. This is the truth. The blood of Jesus Christ can forgive your sins. Praise the Lord. This is the truth. Our God will never leave you nor forsake you. Praise the Lord. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. ഏകമ തന്നെ എല്ലാ മേഖലകളും നമ്മൾ അപ്ലൈ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ, ഏതൊക്കെ മേഖലകൾ. നമ്മുടെ ശത്രുക്കൾ ഏത് സമയം, ഈ ശത്രുക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാരാണ്, നാട്ടുകാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ തകർക്കാൻ ശ്രമിക്കും. എത്ര അടുത്ത ആളാണെങ്കിൽ തകർക്കാൻ ശ്രമിക്കും. മാരണം വരെ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ അവരല്ല അവരിലൂടെ ഈ സാത്താനിക ലോകമാണ് പ്രവർത്തി നമുക്കെതിരെ. അതുകൊണ്ട് തന്നെ ദൈവമക്കൾ ആരൊക്കെ വചനം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ വലിയൊരു സാത്താനിക ലോകം നിങ്ങൾക്ക് വേണ്ടി എതിർ നിൽക്കും. പക്ഷേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിള് പറയുന്നു, ഒന്നും ഒരിക്കലും ഒരു ദോഷം നമുക്ക് നൽകത്തില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ പൂർണ്ണ ചെയ്യാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ബുക്ക് ഹീബ്രു ചാപ്റ്റർ, എബ്രായ ലേഖനം ചാപ്റ്റർ 7 അധ്യായം 27 വാക്യം. ബുക്ക് ഹീബ്രു ചാപ്റ്റർ 7 വേഴ്സ് 27 ഇത് പറഞ്ഞു വെച്ചാൽ, ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹീബ്രു ചാപ്റ്റർ 9 വേഴ്സ് 20 ഇതിൽ പറയുന്നത്, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തെ ഇസ്രായേൽ ജനത്തിനെ വീണ്ടെടുത്ത് പോരണമെങ്കിൽ സ്പിരിച്വലായിട്ട് യേശു ക്രിസ്തു ലോകസ്ഥാനത്തിന് മുമ്പേ അവിടെ മരിച്ചു എങ്കിൽ തന്നെയും പ്രൈസ് ദി ലോർഡ് ഫിസിക്കലായിട്ട് ഒരു രക്തം അവിടെ ചിന്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിസിക്കലായിട്ട് യേശു ക്രിസ്തു രക്തം ചിന്തുന്നതിന് മുമ്പായിട്ട് ഒരു ഫിസിക്കൽ, അതാണ് പറഞ്ഞത്, മൃഗങ്ങളുടെ രക്തം അവിടെ നമുക്കറിയാം അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു ഇസ്രായേൽ ജനത്തിന് മോചനത്തിന് വേണ്ടി. പുതിയ നിയമത്തിൽ ഒരിക്കലായിട്ട് എല്ലാവർക്കും വീണ്ടെടുപ്പ് കിട്ടാനായിട്ട് ഫിസിക്കലായിട്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇതിൽ നിന്ന് പറയുന്നത് ബുക്ക് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 20 പറയുന്നത്, ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 20-ാം വാക്യം പറയുന്നത്, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു. പുതിയ നിയമത്തിന്റെ രക്തമാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ട് അവിടെ. യേശു ക്രിസ്തുവിന്റെ ഓരോ തുള്ളി രക്തവും താഴോട്ട് പോയി കഴിയുമ്പോൾ ആ മണ്ണിലേക്ക് വീണെന്ന യഹൂദന്മാർ ചിന്തിച്ചത്. പക്ഷെ മണ്ണിലേക്കല്ല വീണത്. പ്രൈസ് ദി ലോർഡ്. അത് പിതാവിന്റെ കൈകൾ അതിവിശുദ്ധ സ്ഥലത്തേക്കാണ് രക്തം ചെന്നത്. ചിന്തപ്പെട്ട ഓരോ തുള്ളി രക്തവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരത്തിലെ ഓരോ തുള്ളി രക്തവും അത് അതിവിശുദ്ധ സ്ഥലത്ത് ഇപ്പോഴും നിൽക്കുകയാണ്. രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ഹീലിംഗ് ചെയ്യുന്നു. യേശുവിന്റെ രക്തം നമ്മുടെ എല്ലാ പാവങ്ങളും മോചിക്കുന്നു. യേശുവിന്റെ രക്തം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അന്ധകാശിക്ക് തകർത്ത് കളയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമുക്കറിയുന്നത് മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത്. സൺ ഓഫ് മാൻ മാനിഫെസ്റ്റഡ് ഇൻ ദിസ് വേൾഡ് ടു ഡിസ്ട്രോയ് ദ വർക്ക് ഓഫ് ദ ഡെവിൾ. അതാണ് മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത്. നമുക്കറിയാം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് സാത്താന്റെ പ്രവർത്തികളെ തകർക്കുവാനത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ടോ, യേശു ക്രിസ്തുവിന്റെ രക്തം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കാൻ
യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ പറയാണ്, ബുക്ക് ഓഫ് ഹീബ്രു ഹെബ്രായർക്ക് ലേഖനം 10:3 ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 10:3 ഇതിൽ പറയുന്നതാണ്, ഇപ്പോഴേ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതാണ് പറയുന്നത്. അപ്പം ഒരിക്കലായിട്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ ഈ രക്തത്താൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. എപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും യേശു ക്രിസ്തുവിന്റെ രക്തം വീഴണം. ഏതൊക്കെ കുടുക്കിൽ പെട്ട് കഴിഞ്ഞാലും യേശു ക്രിസ്തുവിന്റെ രക്തം അപ്ലൈ ചെയ്യണം. അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അന്താശക്തിയുടെ ഒരു പ്രവർത്തനം നടക്കത്തില്ല. അപ്പൊ അവര് ചിന്തിക്കും സൈന്യ വ്യവസ്ഥ നടക്കും, അതേപോലെ തന്നെ ആൾക്കാർ അവരൊപ്പം കാണുമായിരിക്കും. പക്ഷെ അവരുടെ ആലോചന, ദുഷ്ടന്റെ ആലോചന അവിടെ വെച്ച് തന്നെ കർത്താവ് തകർക്കും. അവർ ചിതറിക്കും. അതാണ് ദൈവത്തിന്റെ രക്തത്തിന്റെ ശക്തി, അതാണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അതാണ് ദാവീദ് പറയുന്നത്, ഒരു സൈന്യം എന്റെ മുമ്പിൽ പാളയമണിയാ ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല, അങ്ങന്റെ കൂടെയുണ്ട്. യേശു കൂടെ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ലോകം മൊത്തം നമ്മളെ വന്നു കഴിഞ്ഞാലും, നമ്മുടെ സ്വന്തക്കാരും വീട്ടുകാരും നാട്ടുകാരും മൊത്തം നമുക്കെതിരെ നിന്ന് കഴിഞ്ഞാലും അവര് തകർന്നു പോകുമല്ല, അവര് ഈ ലോകത്തിന് മാറ്റപ്പെടുകയല്ല. ഒന്നെങ്കിൽ അസുഖം പോലെ അല്ലാതെ പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മക്കൾക്കൊന്നും പറ്റത്തില്ല. അവരെ സംരക്ഷിക്കാൻ ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരെയും പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിന്റെ രക്തം ഇന്നത്തെ ദിവസം സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം ശക്തമായ രക്തമാണ്. യേശുവിന്റെ രക്തം നമുക്ക് പാപമോചനം തരുന്നു. യേശുവിന്റെ രക്തം പുതിയ റെവലേഷൻ നമുക്ക് തരുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നമുക്ക് ദീർഘായുസ് കർത്താവ് തരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പറയുന്നത്. അപ്പൊ യേശുവിന്റെ രക്തം നമ്മൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അത് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:18 പറയുന്നേ. അത് പറഞ്ഞാല് 1 പത്രോസ് ലേഖനം 1:18 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് പറയുന്നത് വെച്ചാല്, knowing that you are redeemed not with corruptible things, with the silver or gold from your vain manner of life. ഇത് പറയുന്നത് അവർ ബൈബിൾ പറയുന്നതിനാല്, but with the precious blood, the blood of Jesus Christ, that one. അതാണ് നമുക്ക് our God is redeemed to you by the blood of Jesus Christ. അതാണ് കർത്താവിന്റെ ആ രക്തം നമുക്ക് മറുപടിയായിട്ട് കർത്താവ് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യം, മരണം വരെയും എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണോ, അതിനുള്ള ഈ ലോകത്തിൽ ജീവിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മരണം വരെയും വേണ്ടത്, അതിനെല്ലാം യേശു ക്രിസ്തുവിന്റെ രക്തം അതിന് നമുക്ക് വില കൊടുത്തു കഴിഞ്ഞു. പൈസല്ലോ കാവ്യ കൊടുത്തു കഴിഞ്ഞു. കാവ്യ കുരിശിലെ കർത്താവിന്റെ രക്തം നമുക്ക് അതിന് വില കൊടുത്തു കഴിഞ്ഞു, വീണ്ടെടുപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇന്ന് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, പ്രൈസലോ, നമ്മളെ മനസ്സിൽ പറയണം, യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. എല്ലാം എന്തൊക്കെ രീതികൾ, എന്തൊക്കെ കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, അതിന് വേണ്ട പ്രൈസ് കർത്താവ് കൊടുത്തു കഴിഞ്ഞു. പ്രൈസ്. ജസ്റ്റ് പ്രേ ആൻഡ് ഗിവ് താങ്ക്സ് ആൻഡ് പ്രൈസ് ടു ദ ലോർഡ്. അവർ ഗോഡ് ക്യാൻ ഏബിൾ ടു ഗെറ്റ് ദ മിറക്കിൾ ഇൻ യുവർ ലൈഫ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇതെന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വലിയൊരു ഉയർച്ച തരുന്ന ജീവിതത്തിൽ. അത് അറിഞ്ഞ് നമ്മൾ ഉപയോഗിക്കണം. അറിയുന്നവർക്ക് നമുക്കറിയാം വലിയൊരു ഉത്സവമായിരിക്കും. യേശുവിന്റെ നാമത്തിന്റെ ശക്തി അറിയുന്നവർക്ക് വലിയ ഉത്സവമായിരിക്കും. അറിയത്തില്ലാത്തവരെ ഉപയോഗിച്ചിട്ട് കാണിക്കണം ഒരു കാര്യം അറിയത്തില്ല, അതൊന്നും അറിഞ്ഞു ഉപയോഗിക്കണം. അതാണ് ശിഷ്യന്മാർ കർത്താവിന് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ നാമത്തെ, അവരുമായിട്ട് ബന്ധപ്പെടാത്ത ഒരാൾ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പൊ യേശുവിന്റെ നാമം ഉപയോഗിച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ശിഷ്യന്മാരോട് തടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ കർത്താവ് പറയുന്നുണ്ട് അവരെ ചെയ്യേണ്ട ആവശ്യമില്ല, അവരെ തടയേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞാല് കർത്താവിന്റെ നാമം ആരൊക്കെ അറിയുന്നുണ്ടോ, പ്രൈസ് ദി ലോർഡ്, ആരൊക്കെ അറിഞ്ഞു ഉപയോഗിക്കുന്നുണ്ടോ, അവിടെയെല്ലാം ദൈവം ഇറങ്ങി വന്നവരെ സംരക്ഷണം തരുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് ഇസ്രായേൽ എന്ന രാജ്യം പല സ്ഥലങ്ങളിൽ യുദ്ധം, അനേകം ആൾക്കാർ യുദ്ധം, ഇപ്പൊ തന്നെ ഇറാൻ തന്നെ യുദ്ധം ചെയ്തു, നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്നാലും ഇസ്രായേൽ എന്ന രാജ്യത്തെ തകർക്കാൻ പറ്റത്തില്ല. ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവർ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് ഇസ്രായേൽ. ജാതികളുടെയും ദൈവമാണ്. ജാതികൾ കർത്താവിന്റെ വചനം കേട്ട് കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെയും ദൈവമാണ് നമ്മുടെ ദൈവം. ലോകത്തിൽ ഒരേ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വംശമാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമത്തെ ഇസ്രായേൽ ജനമാണ് നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ യഹൂദന്മാരെ ഒന്നും കർത്താവ് കൈവിടത്തില്ല. കർത്താവ് അവർക്ക് സംരക്ഷണം കൊടുക്കും. ഏതൊക്കെ രീതിയിലാണ് കർത്താവ് ജ്ഞാനം കൊടുക്കും, വിസ്റ്റം കൊടുക്കും, എല്ലാ മേലുള്ള നോളജ് കൊടുക്കും.
അവർക്ക് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും അതിജീവിക്കാനുള്ള സംരക്ഷണവും ജ്ഞാനവും കർത്താവ് കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ വാഗ്ദത്തം മാറത്തില്ല. അബ്രഹാം നമുക്കറിയാം, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു നാളും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല. തലമുറ തലമുറയായിട്ട് കർത്താവിന്റെ ഉടമ്പടി അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് വഴിയായിട്ട് കർത്താവ് ഓൾറെഡി അത് ചെയ്തു കഴിഞ്ഞു. ആ ഉടമ്പടിക്ക് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ അനീതി പ്രവർത്തിക്കുന്ന ആൾക്കാർ മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇഫ് എനിബഡി ഈസ് ഡൂയിങ് ദ വിക്കഡ് തിങ്സ്, ദോസ് who are in Christ Jesus, praise the Lord, hallelujah, that they will get the punishment. Someday they'll get early death, someday they'll go to the hell, but I don't know, only God knows that one. Praise the Lord, hallelujah. But the people, the day, the time, the moment when you repent your sins, praise the Lord, and then after that, when you are, if you are asking the help from the Lord, praise the Lord, our God can get the protection for you by his blood, by the blood of Jesus Christ. Our God can able to get the protection for you. Praise the Lord, hallelujah. Our God's duty, always our God can able to 24 hours a day, 365 days a year, each and every fraction of a second, our God can able to help you. Helping nature is our, helping is our God's nature. Mercy is our, കരുണ, നമ്മുടെ കരുണയുള്ള കർത്താവ് എന്ന് പറയല്ലേ, കരുണ ദൈവത്തിന്റെ ഒരു നേച്ചറാണ്. ലവിങ് കൈൻഡ്നസ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മഹാ മനസ്സുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അത് കഴിഞ്ഞാല് വലിയ നമ്മളെ സഹായിക്കുന്ന വലിയ മനസ്സുള്ള ദൈവമാണ്. അതാണ് പറയുന്നത്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം നമുക്കറിയാം, ഗോസ്പൽ ജോൺ ചാപ്റ്റർ 5, 38 വർഷമായിട്ട് ആ ബെഥസ്ദ ആ കുളക്കരയിൽ കിടന്ന ആ വ്യക്തിക്ക്, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ലവിങ് കൈൻഡ്നസ് ആണ് അവിടെ ചെന്നത്. കർത്താവിന്റെ ലവിങ് കൈൻഡ്നസ് ആണ് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കർത്താവ് കൊടുത്തത്. ഫ്രം 5 loaves and 2 fish our God is multiplied and distributed to the 5,000 men because of God's loving kindness towards the people. അതാണ് പറയുന്നത്. കർത്താവിന്റെ ആ മഹാമനസ്കതയാണ് നമ്മൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നതും ഒന്നും പറ്റാതെ നമ്മളെ കാക്കുന്നു. അവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ബുക്ക് ഓഫ് ഹീബ്രൂ ചാപ്റ്റർ 9 വേഴ്സസ് 14 പറയുന്നത്. ഒന്ന് വായിക്കേണ്ട ആഗ്രഹിക്കുന്നു. ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പറയുന്നത് 2 Corinthians chapter 5 verses 17 പറയുന്നത്. 2 Corinthians ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതിയതായി തീർന്നിരിക്കുന്നു. എല്ലാ മേഖലകളിലും പുതിയതാക്കുന്ന ദൈവം, അതാണ് നമ്മുടെ ദൈവം. ദൈവം എന്നെ കേൾക്കുന്ന എല്ലാവരെയും. അപ്പൊ നമ്മള് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മൾ പഠിച്ചു വന്ന്, പ്രൈസ് ഒരു പാട്ടും കൂടിയുണ്ട്, ഫൈനൽ പാട്ട് അതോറിറ്റി. നെക്സ്റ്റ് സെഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത് 5-ാമത്തെ പാട്ട്, അതോറിറ്റി ഓവർ ദ ഡെവിൾ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിൽ 1-ാം പാട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു, റിഡംപ്ഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, രക്തത്താൽ വീണ്ടെടുപ്പ്. 2nd പാർട്ട് നമ്മൾ പഠിച്ചു, ഫെലോഷിപ്പ് വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ രക്തത്താൽ നമുക്ക് കൂട്ടായ്മ ചെയ്യാൻ പറ്റുന്നു. പ്രൈസ് ലോർഡ്. 3-ാമത്തെ പാർട്ട് ഹീലിംഗ് ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ രക്തത്താൽ നമുക്ക് രോഗസൗഖ്യമുണ്ട്. 4-ാമത്തെ പാട്ട് നമ്മൾ പഠിച്ചു, പ്രൈസ് ലോർഡ്, പ്രൊട്ടക്ഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് സംരക്ഷണം. അടുത്ത ആഴ്ച അടുത്ത സെഷൻ നമ്മൾ എടുക്കുന്നത് യേശുവിന്റെ രക്തത്താൽ അന്ധകാര ശക്തിയുടെ മേലുള്ള അധികാരം. അവരെ പിന്നെ പ്രാർത്ഥിക്കാണ്ടാക്കിയിരിക്കും. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി കർത്താവും പ്രാർത്ഥിക്കും. Father, in the name of Jesus Christ, I pray for each and every people right now, especially the people are watching online. Heavenly Father, today we were preaching the power of the blood of Jesus Christ. Father God, I pray for each and every people right now. Thank you for your touching, Lord. So യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് ഓൺലൈൻ വാച്ച് ചെയ്ത ഓരോ വ്യക്തിയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രക്തം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കർത്താവ് അത്ഭുതങ്ങൾ നടക്കട്ടെ, അസാധ്യങ്ങൾ നടക്കട്ടെ. നീ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടഞ്ഞുപോയ വഴികൾ തുറന്നു വേട്ടെ കർത്താവ്. ശവക്കല്ലറുകൾ തുറന്ന് കർത്താവ് ആൾക്കാരെ കർത്താവിന്റെ അഭിഷേകത്തിനെ കർത്താവ് പുറത്തു കൊണ്ടുവരണം കർത്താവ്. അന്താശക്തിയുടെ ആധീനയിൽ നിന്ന് യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോർക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷക്കല്ലത്തൂരക്കൻ, ഷന്തത്തപ്പത്തക്കല്ലത്തൂരക്കൻ, തോമസ്, റോയ്, Livin Thomas, Shan, Timol, Abraham, praise the Lord, hallelujah, and Anand Jeevan, Chandru, Kaligada Sanil, and Samuel, Kojo, Eki,
Shigalati, and Ben Roy, praise the Lord, hallelujah. Elsama Matthew, praise the Lord, hallelujah. കോളേജിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray and bless each and every people right now, Father. യേശുവിന്റെ തിരക്ക് ഒഴിച്ച് കർത്താവെ, കർത്താവിന്റെ വചനം വായിക്കുന്നതിനുള്ള തടസ്സങ്ങൾ അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആത്മശക്തിയുടെ പ്രവർത്തനത്തെ യേശുവിന്റെ തിരക്കൊഴിച്ച് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Break all the satanic work which is preventing to do preventing the people to do the gospel work. In Jesus' name. In Jesus' name. Amen. God bless you.